بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن اتبعهم بإحسان إلى يوم الدين أما بعد. നേരത്തെ പറഞ്ഞു നിർത്തിയ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അത് കൂടി ഇൻഷാ അല്ലാഹ് വളരെ വേഗത്തിൽ പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. നമുക്കറിയാം, നമ്മളെല്ലാവരും എപ്പോഴും പരമാവധി ശ്രദ്ധിക്കുന്ന കാര്യമാണ് ഫർദ് നിസ്കാരങ്ങൾ എന്നുള്ളത്. ഫർദ് നിസ്കാരങ്ങൾ, അതിൻ്റെ പ്രാധാന്യവും അത് നമ്മൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിൻ്റെ ആവശ്യകതയൊന്നും ഇവിടെ വീണ്ടും ആവർത്തിക്കേണ്ടതില്ല. നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എത്രത്തോളം ഉലമാക്കൾക്കിടയിൽ, അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കൾക്കിടയിൽ ശക്തമായ ഖിലാഫുള്ള വിഷയമാണ് നിസ്കരിക്കാത്തവൻ മുസ്ലിമാണോ അല്ലയോ എന്നുള്ളത് പോലും. നിസ്കരിക്കാത്തവനെ മുസ്ലിമായി കണക്കാക്കണോ വേണ്ടയോ എന്നുള്ളതിൽ പോലും അഹ്ലുസുന്നത്തിനിടയിൽ ശക്തമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിൽ ഭൂരിഭാഗം പണ്ഡിതന്മാരും, അല്ലെങ്കിൽ അല്ലാഹു അല്ല, നമ്മുടെ പഠനത്തിലൂടെ കൂടുതൽ ശരിയായി തോന്നിയ അഭിപ്രായം നിസ്കരിക്കാത്തവൻ മുസ്ലിം അല്ല എന്നുള്ളതാണ്. നിസ്കരിക്കാത്തവൻ മുസ്ലിം അല്ല എന്നുള്ളതാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. നിസ്കരിക്കൽ നിർബന്ധമാണ് എന്ന് വിശ്വസിക്കാത്തവനെ പറ്റിയിട്ടല്ല. അതിൽ അഹ്ലുസുന്നത്തിനിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. അഭിപ്രായ വ്യത്യാസമില്ല. അതിനെ പറ്റിയിട്ടല്ല പറയുന്നത്. മറിച്ച് ഒരാൾക്ക് നിസ്കരിക്കൽ നിർബന്ധമാണെന്ന് അറിയാം, അവൻ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ നിസ്കരിക്കുന്നില്ല. മടി കൊണ്ടോ അല്ലെങ്കിൽ അവന്റെ സ്വന്തം ഹവ കൊണ്ടോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അവൻ നിസ്കരിക്കുന്നില്ല. പിന്നെ നിസ്കരിക്കും എപ്പോ? പെരുന്നാൾ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് തോന്നിയാൽ കുറേ ആയി ഒന്ന് പള്ളിയിലൊക്കെ ഒന്ന് പോയേക്കാം എന്ന് പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവൻ എന്തല്ല? മുസ്ലിം അല്ല എന്നുള്ളതാണ് കൂടുതൽ ശരിയായ അഭിപ്രായം മനസ്സിലായിട്ടുള്ളത്. അഹ്ലുസുന്നത്തുൽ ഉലമാക്കൾക്കിടയിൽ ശക്തമായ ഖിലാഫുള്ള മസലയാണ്. അത് പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ, ഇത്രയും ഗൗരവമുള്ള വിഷയം ആയതുകൊണ്ട് ഇത് വീണ്ടും ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ല. നമുക്കൊക്കെ അറിയുന്ന, പഠിച്ചിട്ടുള്ള വിഷയം. നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. നിസ്കാരവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ചില സുന്നത്തുകൾ. അതിൽ ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട പുരുഷന്മാരുടെ അവിടെ പറയാം. പുരുഷന്മാർ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പള്ളിയിൽ വന്ന് ജമാഅത്തിൽ നിസ്കരിക്കുക എന്നുള്ള കാര്യം. പള്ളിയിൽ ജമാഅത്തായി തന്നെ നിസ്കരിക്കുക എന്നുള്ളത് പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട വിഷയം. പുരുഷന്മാരുടെ മേൽ നിർബന്ധമാണ്. മറ്റെന്തെങ്കിലും തടസ്സങ്ങൾ, നമുക്ക് വേറെ സാഹചര്യങ്ങളൊന്നുമില്ല, നമുക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല, അങ്ങനത്തെ എന്തെങ്കിലും അത്യാവശ്യ സന്ദർഭങ്ങൾ വരുമ്പോൾ അത് ഒഴിവാകുന്നല്ലാതെ ബാക്കിയുള്ള സന്ദർഭങ്ങളിലെല്ലാം പള്ളിയിൽ തന്നെ വന്ന് നിസ്കരിക്കുക എന്നുള്ളത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. ഒരുപാട് തെളിവുകളൊന്നും പറയേണ്ട ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ കണ്ണ് കാണാത്ത അന്ധനായ സഹാബി, എന്താ അദ്ദേഹത്തിന്റെ പേര്? അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് ചോദിക്കണം, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് കണ്ണ് കാണുകയില്ല, എന്നെ എന്റെ വീട്ടിൽ നിന്നും പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ആരുമില്ല, അപ്പൊ ഞാൻ എന്റെ വീട്ടിൽ നിസ്കരിച്ചോട്ടെയോ എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം എന്ത് ചെയ്യും? നിസ്കരിച്ചോ, അനുവാദം കൊടുക്കും. എന്നിട്ട് അദ്ദേഹം തിരിച്ചു നടക്കുന്നതിനിടയിൽ അള്ളാഹു വഹി നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വിളിക്കും. എന്നിട്ട് ചോദിക്കും, നീ ബാങ്ക് കേൾക്കുന്നുണ്ടോ? അപ്പൊ അതേ, ബാങ്ക് കേൾക്കുന്നുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറയാ? അങ്ങനെയാണെങ്കിൽ ഒരു ഉദുറും നിനക്ക് ഞാൻ കാണുന്നില്ല. ആരോടാ പറയുന്നത്? കണ്ണ് കാണാത്ത അന്ധനായ സഹാബിയോടാ. എന്ന് വെച്ചാൽ പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുന്ന പരിധി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 3 കിലോമീറ്റർ ചുറ്റളവ്. ഇത്രയും ദൂരത്താണ് നമ്മൾ ഉള്ളതെങ്കിൽ നമ്മൾ പള്ളിയിൽ തന്നെ വന്ന് നിസ്കരിക്കുക എന്നുള്ളത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. അതിലേറ്റവും ശ്രദ്ധിക്കേണ്ടത്
അതിൽ തന്നെ ഈ ജമാഅത്ത് നിസ്കാരങ്ങൾ തന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് സുബ്ഹി നിസ്കാരം. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് സുബ്ഹി നിസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സ്വല്ല സുബ്ഹ ഫീ ജമാഅത്തിൻ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്. ആരാണോ സുബ്ഹി നിസ്കാരം, ഏത് പുരുഷനാണോ പള്ളിയിൽ ജമാഅത്തായി നിസ്കരിക്കുന്നത്, അവൻ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ്. അവൻ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സുബ്ഹി നിസ്കാരം ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യാതിരിക്കുക, പള്ളിയിൽ തന്നെ ആകാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ പുരുഷന്മാർക്ക് അവർക്ക് വളരെ കൃത്യമായി ശ്രദ്ധിച്ചാൽ എളുപ്പത്തിൽ കരസ്ഥമാക്കാൻ സാധിക്കുന്ന വലിയൊരു ഓഫർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ജമാഅത്തിന്റെ വിഷയത്തിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? 40 ദിവസം എന്ന് വെച്ചാൽ 200 വഖത്ത് നിസ്കാരങ്ങൾ, തുടർച്ചയായ കണ്ടിന്യൂസ് ആയ 200 വഖത്ത് നിസ്കാരങ്ങൾ. ആരാണോ ഒന്നാമത്തെ തക്ബീർ, ഇവിടെ പള്ളിയിൽ ഇമാം ഒന്നാമത്തെ തക്ബീർ കെട്ടുമ്പോൾ ആരാണോ സ്വഫിൽ 40 വഖത്ത് 200 വഖത്ത് നിസ്കാരങ്ങൾ, 40 ദിവസത്തെ 200 വഖത്ത് നിസ്കാരങ്ങൾ തുടർച്ചയായി ആരാണോ ഉണ്ടാകുന്നത്, അവന് 2 കാര്യങ്ങളിൽ നിന്ന് സംരക്ഷണമുണ്ട്. അവന് 2 കാര്യങ്ങളിൽ നിന്ന് സംരക്ഷണമുണ്ട്. ഒന്നാമത്തത് നിഫാഖിൽ നിന്ന്, രണ്ടാമത്തത് നരകത്തിൽ നിന്ന്. രണ്ടാമത്തത് നരകത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന ഉറപ്പാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ നിഫാഖ് ഇല്ല, അല്ലെങ്കിൽ നമ്മൾ മരണപ്പെട്ടു പോയാൽ നരകത്തിൽ പെടൂല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ നമ്മൾ നമ്മളോട് ചെയ്യേണ്ട ഒരു ചലഞ്ചാണെന്ത്? 200 വഖത്ത് നിസ്കാരങ്ങൾ 40 ദിവസം തുടർച്ചയായി. അതിന്റെ ഇടയിൽ മുടങ്ങാൻ പാടില്ല. ശർഈയായ കാരണങ്ങൾ കൊണ്ട് മുടങ്ങാം, രോഗമോ യാത്രയോ അങ്ങനെ എന്തെങ്കിലും ശർഈയായ ഉദറുകൾ കൊണ്ട് മുടങ്ങുന്നതല്ലാത്ത ബാക്കിയൊരു തടസ്സങ്ങളും ഇല്ലാതെ 40 ദിവസത്തെ നിസ്കാരങ്ങൾ മുഴുവനും ഒന്നാമത്തെ തക്ബീർ ശ്രദ്ധിക്കണേ, ജമാഅത്തിൽ പങ്കെടുക്കൽ മാത്രമല്ല, ഒന്നാമത്തെ തക്ബീർ ഒരുത്തന് കിട്ടിക്കഴിഞ്ഞാൽ അവന് നിഫാഖിൽ നിന്നും സുരക്ഷിതനാണ്, നരകത്തിൽ നിന്നും സുരക്ഷിതനാണ്. ഇതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തു. ചലഞ്ചുകളുടെ കാലഘട്ടമല്ലേ. ഈമാനുള്ള ആണുങ്ങൾക്കുള്ള ചലഞ്ച് 200 വഖത്ത് തുടർച്ചയായി തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുക എന്നുള്ള ചലഞ്ച്. 2 ഓഫറുകളാണ്. നിഫാഖിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇതേപോലെ തന്നെ നമ്മൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട സുന്നത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അഖറബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദ്. ഒരടിമ അവന്റെ റബ്ബുമായി ഏറ്റവും അധികം അടുത്താവുക എപ്പോഴാണ്? അവൻ സുജൂദിലായിരിക്കുമ്പോഴാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫഖാമിനുൻ അൻ യുസ്തജാബ ലഹു. അപ്പൊ അവൻ പ്രാർത്ഥിച്ചാൽ അവന്റെ പ്രാർത്ഥന ഉത്തരം നൽകപ്പെടാൻ വളരെയധികം സാധ്യതയുണ്ട്, വളരെയധികം സാധ്യതയുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ നമ്മുടെ പ്രാർത്ഥന അധികരിപ്പിക്കേണ്ട ഒരു സന്ദർഭമാണ് നിസ്കാരത്തിലെ സുജൂദിന്റെ സന്ദർഭം. സുജൂദിൽ പ്രാർത്ഥന അധികരിപ്പിക്കുക എന്നുള്ളത് വളരെയധികം പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ്. എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം രാത്രി ആയിഷ റളിയല്ലാഹു പഠിപ്പിച്ചിരുന്നുണ്ട്. രാത്രി നിസ്കരിച്ചുകൊണ്ടിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പെട്ടെന്ന് അടുത്തുനിന്ന് കാണുന്നില്ല, ഇരുട്ട് മുറിയാണ്. ആയിഷ റളിയല്ലാഹു കൈ കൊണ്ട് തപ്പി നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലിലാണ് തൊടുന്നത്. നിസ്കാരത്തിൽ സുജൂദിൽ കാലിങ്ങനെ വെച്ചിട്ടുണ്ട്, കാലിന്റെ ഉൾഭാഗത്താണ് എന്ത് ചെയ്യുന്നത്, കാലിന്റെ വെള്ളയിലാണ് തൊടുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്ന, സുജൂദിൽ കിടന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് ആയിഷ റളിയല്ലാഹു കേൾക്കുന്ന പ്രാർത്ഥന എന്താ പ്രാർത്ഥന? അതാണോ? രണ്ടു മൂന്ന് റിവായത്തുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. എന്തായിരുന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും അധികം നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാനുള്ള സാധ്യതയുള്ള ഒരു സന്ദർഭമായി പഠിപ്പിച്ചെന്ന സന്ദർഭമാണെന്ത്? ഒന്നാമത്തത് സുജൂദ്. രണ്ടാമത്തത്
സലാം വീട്ടുന്നതിന് മുമ്പുള്ള സന്ദർഭം. സലാം വീട്ടുന്നതിന് മുമ്പുള്ള സന്ദർഭം അത് നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ വളരെയധികം പ്രോത്സാഹിപ്പിക്കപ്പെട്ട സന്ദർഭമാണ്. വളരെയധികം പ്രോത്സാഹിപ്പിക്കപ്പെട്ട സന്ദർഭം. അതുകൊണ്ടാണ് ഹദീസുകളിൽ ഈ ഒരു സന്ദർഭത്തിൽ ചൊല്ലാൻ പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകൾ ധാരാളം കാണാത്തത്. ഈ ഒരു സന്ദർഭത്തിൽ ചൊല്ലാൻ പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകൾ ധാരാളം കാണാൻ സാധിക്കും. ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. നമ്മൾ നാട്ടിലൊക്കെ എന്താ, ഇമാമ് സലാം വീട്ടാൻ കുറച്ച് വൈകി കഴിഞ്ഞാൽ ഇയാൾ എന്ത് സലാം വീട്ടാത്തതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്ത് ചെയ്യും, ഇമാമിനെ കുറ്റം പറഞ്ഞ് അയാളെ എന്തായിരിക്കും ഇയാൾ ചിന്തിക്കുന്നുണ്ട്, ഇയാളെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ടാവോ, കച്ചവടത്തെ പറ്റി ചിന്തിക്കുന്നുണ്ടാവോ, ഇയാളെന്ത് സലാം വീട്ടാത്ത, പോയിട്ട് വേറെ പണിയുണ്ട് എന്നാണ് എന്ത് ചെയ്യുക നമ്മൾ സാധാരണ ചിന്തിക്കുക. അത് ഒരു ചാൻസ് ആയിട്ട് പല ആൾക്കാരും എന്ത് ചെയ്യാറില്ല, മനസ്സിലാക്കാറില്ല. അവിടെ നമുക്ക് ഇമാം സലാം വീട്ടാൻ കുറച്ച് വൈകിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അൽഹംദുലില്ലാഹ് ഹൈറാണ്, നമുക്കത് ഹൈറാണ്. അത് നമുക്കവിടെ പ്രാർത്ഥിക്കാനുള്ള സാഹചര്യം, ചാൻസ് കിട്ടാം. നമുക്കവിടെ പ്രാർത്ഥിക്കാൻ ചാൻസ്. നമ്മൾ നോക്കിയേ, അത്തഹിയാത്തിൽ നമ്മൾ നോക്കിയേ, നമ്മൾ ആദ്യം അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ടാണ് തുടങ്ങുന്നത്. ആദ്യം അത്തഹിയാത്തു ലില്ലാഹി വസ്സലവാത്തു വത്വയ്യിബാത്തു എന്ന് അള്ളാഹുവിനെ പുകഴ്ത്തുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സ്വലാത്ത് ചൊല്ലുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സ്വലാത്ത് ചൊല്ലുക. അള്ളാഹുവിന്റെ മേൽ പുകഴ്ത്തുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സ്വലാത്ത് ചൊല്ലുകയും ചെയ്തിട്ടൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ അത് പെട്ടെന്ന് ഉത്തരം കിട്ടും. ഒന്നാമത്തെ കാരണം. രണ്ടാമത്തേതെന്നുള്ളത്, നമ്മൾ ഇത്രയും വലിയൊരു ഇബാദത്ത് ചെയ്തിട്ട് ആ ഇബാദത്തിന്റെ അവസാനമാണ് എന്ത് ചെയ്യുന്നത്, പ്രാർത്ഥിക്കുന്നത്. നമ്മളൊരു നല്ലൊരു കാര്യം ചെയ്തിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം. ഇതൊന്നും പോരാനിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സന്ദർഭങ്ങളിൽ ചൊല്ലാൻ പ്രത്യേകം ഒരുപാട് പ്രാർത്ഥനകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരുപാട് പ്രാർത്ഥനകൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കുന്ന വലിയൊരു പ്രാർത്ഥന നിസ്കാരത്തിൽ സലാം വീട്ടുന്നതിന് മുമ്പ്. അങ്ങനെ ധാരാളം പ്രാർത്ഥനകൾ ഹദീസുകൾ എന്ത് ചെയ്തിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന പ്രാർത്ഥന, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലാൻ കൽപ്പിച്ച പ്രാർത്ഥന, 4 കാര്യങ്ങളിൽ രക്ഷ ചോദിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള പ്രാർത്ഥനകളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ പരമാവധി ഈ സന്ദർഭത്തിൽ ചൊല്ലാൻ ശ്രദ്ധിക്കണം. നേരത്തെ ക്ലാസ് തുടങ്ങിയപ്പോൾ ചായ കുടിച്ച് വന്നിരിക്കുന്നതുകൊണ്ട് നല്ല ഉഷാറായിരുന്നു. ഭക്ഷണം കഴിച്ചു വന്നിരിക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തല ആട്ടുന്നുണ്ട്. വിനയം കൊണ്ടാണോ, പറയുന്നതൊക്കെ ശരിവെക്കുന്നതാണോ, ഉറക്കം തൂങ്ങുന്നതാണോ അള്ളാഹുവിനറിയാം. എന്തായാലും ശ്രദ്ധിക്കാം. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത്, നിസ്കാര ശേഷമുള്ള ദിക്റുകൾ വളരെ ശ്രദ്ധിക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്ർ എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. ഒരാൾ എല്ലാ നിസ്കാര ശേഷവും സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33, 100 തികയ്ക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നെല്ലാ നിസ്കാരത്തിന് ശേഷം പതിവാക്കുകയാണെങ്കിൽ അവന്റെ തെറ്റുകളൊക്കെ എന്ത് ചെയ്യും, പൊറുപ്പിക്കും. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്, ഒരാൾ എല്ലാ ഫർള് നിസ്കാര ശേഷവും ആയത്തുൽ കുർസി പാരായണം ചെയ്യുന്നുണ്ടെങ്കിൽ അവനും സ്വർഗപ്രവേശനത്തിനും ഇടയിൽ മരണമല്ലാതെ തടസ്സമില്ലാന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവനും സ്വർഗപ്രവേശനത്തിനും ഇടയിൽ മരണമല്ലാതെ മറ്റൊരു തടസ്സവുമില്ല എന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും നിസ്കാര ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വിട്ടുപോകുന്നുണ്ട്. നമ്മൾ ചില സന്ദർഭങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, നിസ്കാരം ഇങ്ങനെ പെട്ടെന്ന് അത്യാവശ്യങ്ങൾക്ക് എഴുന്നേറ്റ് പോകും. അത് തെറ്റൊന്നുമല്ല, അവിടെ തന്നെ ഇരുന്ന് ചൊല്ലണമെന്നൊന്നുമില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ എത്രത്തോളം ആ സ്ഥലത്ത് മുസല്ലയിൽ ഇരിക്കുന്നുവോ ശ്രദ്ധിക്കണം. അത്യാവശ്യം ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് പോവാം, തെറ്റൊന്നുമല്ല. പക്ഷെ നമ്മൾ നിസ്കാരം കഴിഞ്ഞ് നമ്മൾ നിസ്കരിച്ച സ്ഥലത്ത് അല്ലെങ്കിൽ പള്ളിന്റെ ഉള്ളിൽ തന്നെ വുളു നഷ്ടപ്പെടാതെ, പള്ളിയിൽ ചെയ്യാൻ പാടില്ലാത്ത മര്യാദകേടുകൾ ചെയ്യാതെ എത്ര സമയം നമ്മൾ പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് കഴിച്ചു കൂട്ടുന്നുവോ അത്രയും സമയം മലക്കുകൾ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു അല്ലാഹുമ്മ അർഹം, അല്ലാഹുവേ നീ ഇവന് പുറത്തു കൊടുക്കണമേ,
അള്ളാഹുവെ നീ ഇവന് റഹ്മത്ത് ചെയ്യണമേ എന്ന് മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ അവിടെ നിന്ന് പോകുന്നത് വരേക്കും ഈ പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരിക്കും. അത്യാവശ്യങ്ങളുണ്ടെങ്കിൽ പോകാം, തെറ്റൊന്നുമല്ല. പക്ഷെ നമുക്ക് അത്രയും അത്യാവശ്യമില്ല, കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതിയെങ്കിൽ എത്ര സമയം നമുക്കവിടെ ഇരിക്കാൻ പറ്റും അത്രയും സമയം എന്ത് ചെയ്യാം, അവിടെ ഇരിക്കുക, പള്ളിയിൽ തന്നെ കഴിച്ചു കൂട്ടുക. അത് ഈ മലക്കുകളുടെ പ്രാർത്ഥന. നമ്മൾക്ക് മടുത്താലും മലക്കുകൾക്ക് മടുക്കൂല. നമുക്ക് വേണ്ടി നമ്മൾക്ക് ഇത്ര പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയില്ല. അത്രയധികം എന്ത് ചെയ്യും, മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും. എങ്ങനെയാണെങ്കിൽ ഫർള് നിസ്കാര ശേഷം വുദു നഷ്ടപ്പെടാതെ പള്ളിയിൽ പാലിക്കേണ്ട അദബുകൾ പാലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവൻ പള്ളിയിൽ കഴിച്ചു കൂട്ടുന്ന സമയം അത്രയും മലക്കുകൾ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു അല്ലാഹുമ്മ റഹംഹു എന്ന് ആ വ്യക്തിക്ക് നിസ്കരിച്ച ആൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യം. ഒരു കാര്യം കൂടെ നിസ്കാരവുമായി ബന്ധപ്പെട്ട് പറയാം. അതായത് പല ആളുകളും അവർക്ക് സാധിച്ചിട്ടും നമുക്ക് സാധിക്കാതെ എന്തെങ്കിലും തടസ്സങ്ങൾ വന്ന് മുടങ്ങിപ്പോകുന്നതിനെ പറ്റിയിട്ടല്ല പറയുന്നത്. ചിലർക്ക് ഒന്നാമത്തെ സഫിൽ എത്താൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. പ്രത്യേകിച്ച് തിരക്കുകളൊന്നും ഇല്ലാതെ ഫ്രീ ടൈം കിട്ടുന്ന, അല്ലെങ്കിൽ നേരത്തെ പള്ളിയിലേക്ക് പോകാൻ എളുപ്പം കിട്ടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. എന്നാലും വൈകിപ്പിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ടാവും, ചില ആളുകളുണ്ടാവും. അത് ശ്രദ്ധിക്കണം. നമ്മൾ വിചാരിക്കും അവൻ ഒന്നാമത്തെ സഫല്ലേ നഷ്ടപ്പെടുത്തുന്നുള്ളൂ എന്ന് നമ്മൾ കരുതണ്ട. അത് വലിയ അപകടമുള്ള വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നത്, ഒരാൾ ഒന്നാമത്തെ സഫിൽ നിന്ന് പിന്തി നിൽക്കാൻ ആരംഭിക്കും. ഒരു പുരുഷൻ പള്ളിയിലെ ജമാഅത്ത് നിസ്കാരത്തിലെ ഒന്നാമത്തെ സഫിൽ നിന്ന് പിന്തി നിൽക്കാൻ ആരംഭിക്കും. അത് തുടക്കം അങ്ങനെയായിരിക്കും, അതിന്റെ നാശത്തിന്റെ തുടക്കം അങ്ങനെയായിരിക്കും. അങ്ങനെ പിന്തി നിന്ന് അവസാനം എന്ത് ചെയ്യും, ഹത്താ യുഅഖിറഹു അല്ലാഹു ഇലന്നാർ, അള്ളാഹു അവനെ നരകത്തിലേക്ക് എന്ത് ചെയ്യും, പിന്തിപ്പിക്കുന്നത് വരേക്കും. അള്ളാഹു അവനെ നരകത്തിലേക്ക് പിന്തിപ്പിക്കുന്നത് വരേക്കും എന്ന് വെച്ചാൽ ഒന്നാമത്തെ സഫിലേക്ക് എത്താൻ പരിശ്രമിക്കുക എന്നുള്ളത് നമ്മൾ ഇപ്പോഴും ഹൈറിൽ തന്നെയാണെന്ന് അറിയിക്കുന്ന ഒരു അടയാളമാണ്. പക്ഷെ നമുക്ക് അതിന് ആഗ്രഹമുണ്ട്, നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. പലപ്പോഴും നഷ്ടപ്പെടുന്നില്ല, അത് വേറെ വിഷയം, സ്വാഭാവികമാണ്. പക്ഷെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും അതിനു വേണ്ടിയിട്ടുള്ള ആഗ്രഹമുണ്ട്. നമ്മളിപ്പോഴും അതിനുവേണ്ടി പരമാവധി നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളിപ്പോഴും ഹൈറിലാണെന്ന് അറിയിക്കുന്ന അടയാളം. എന്ന് വെച്ചാൽ നേരെ തിരിച്ചു പറഞ്ഞാൽ നമ്മൾക്ക് അതിനത്ര ഇമ്പോർട്ടൻസ് ഇല്ല, നമ്മൾ അതിനത്രയും പ്രാധാന്യം കൊടുക്കുന്നില്ലെങ്കിൽ നമ്മൾ അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളറിയാതെ പുരുഷന്മാരോടെ പറയും, എന്താ ഇതെല്ലാം പുരുഷന്മാര്, ജമാഅത്തിന്റെ കാര്യം പറയുമ്പോഴൊക്കെ എന്താ പുരുഷന്മാരെ പറ്റി പറഞ്ഞു? സ്ത്രീകൾക്കൊന്നും ബാധകമല്ലേ? അവർക്ക് ഇത്രയും ഒരു ജമാഅത്ത് നിസ്കാരത്തിനുള്ള പ്രതിഫലം എന്താ? സാധാരണ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടിയാണ് അല്ലെ? പള്ളിയിലേക്ക് ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും ഒരു നന്മ ലഭിക്കുകയും ഒരു തിന്മ കുറയ്ക്കപ്പെടുകയും ഒരു പദവി കിട്ടുകയും ചെയ്യുന്നത്. ഇതൊന്നും സ്ത്രീകൾക്ക് വേണ്ടേ? എന്തെല്ലാം പുരുഷന്മാർക്ക് മാത്രം? സ്ത്രീകളില്ല അവിടെ? സ്ത്രീകൾക്കൊന്നും ഇല്ലത് പ്രതിഫലം? അവർക്ക് വേണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിക്കണം, ഈ സംഭവം ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സ്വഹാബി വനിതകളിൽപ്പെട്ടൊരു സ്ത്രീ, അവർ മദീനക്കാരിയല്ല, മദീന പട്ടണത്തിൽ ഉള്ള ആളല്ല. അവൾ മദീനയ്ക്ക് പുറത്തൊരു സ്ഥലം എനിക്ക് ഓർമ്മയില്ല. അവൾ അവിടെ നിന്ന് എന്ത് ചെയ്യണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറകിൽ അദ്ദേഹം ഇമാമായി നിൽക്കുന്ന ജമാഅത്തിൽ മഅ്മൂമായി നിസ്കരിക്കണം എന്ന ആഗ്രഹം കൊണ്ട് മാത്രം ആ സ്ത്രീ എല്ലാ വഖത്തിലും അവൾക്ക് സാധിക്കുന്ന വഖത്തുകൾക്ക് എന്ത് ചെയ്യണം, മസ്ജിദ് നബവിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് പള്ളിയിലേക്ക് വരിക. ഇതാരറിയാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാം ഈ വിവരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയോട് ചോദിക്കാം, വിവരങ്ങളൊക്കെ അന്വേഷിക്കാം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയോട് പറഞ്ഞു കൊടുക്കണം. നമ്മൾ ശ്രദ്ധിക്കണം, സ്ത്രീകൾ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയോട് പറയുന്നത് എങ്ങനെയാണ്? എന്താ പറഞ്ഞത്? നീ എന്റെ പുറകിൽ, ശ്രദ്ധിക്കണേ, അള്ളാന്റെ റസൂല് പറയുന്ന വാക്കാണ്, എന്റെ പുറകിൽ നീ ഈ മസ്ജിദ് നബവിയുടെ പ്രതിഫലം നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നിൽ നിസ്കരിക്കുക എന്നുള്ളത് അതിനേക്കാളും നല്ലൊരു സൗഭാഗ്യം വേറില്ല. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് തന്നെ നമ്മൾ ഈ ഹദീസ് മനസ്സിലാക്കുന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നീ എന്റെ പുറകിൽ
ഈ മസ്ജിദിൽ നിസ്കരിക്കുന്നതിനേക്കാൾ നിനക്ക് പ്രതിഫലം കിട്ടുക നീ നിന്റെ നാട്ടിലെ പള്ളിയിൽ ജമാഅത്തിൽ നിസ്കരിക്കുന്ന. ശ്രദ്ധിക്കണേ, എന്റെ പുറകിൽ മസ്ജിദ് നബവിയിൽ നീ വന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ നിനക്ക് പ്രതിഫലം കിട്ടുക നീ നിന്റെ നാട്ടിലെ പള്ളിയിലെ ജമാഅത്തിൽ പങ്കെടുക്കുന്നതാണ്. തീർന്നില്ല. നീ നിന്റെ നാട്ടിലെ പള്ളിയിലെ ജമാഅത്തിൽ പങ്കെടുക്കുന്നതിനേക്കാൾ നിനക്ക് പ്രതിഫലം കിട്ടുക നീ നിന്റെ വീട്ടിൽ നിസ്കരിക്കുമ്പോഴാണ്. നീ നിന്റെ വീട്ടിൽ നിസ്കരിക്കുന്നതിനേക്കാൾ നിനക്ക് പ്രതിഫലം കിട്ടുക നീ നിന്റെ മുറിയിൽ നിസ്കരിക്കുമ്പോഴാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കാണ്. സ്ത്രീകളെ പള്ളിയിൽ പോകും തടയാൻ പാടില്ല. ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ് എന്ന് പഠിപ്പിച്ചെന്ന് അതേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്ക് ഉത്തമം വീടാണ്. മസ്ജിദ് നബവിയേക്കാൾ ഉത്തമമാണെങ്കിൽ അതിനേക്കാൾ മികച്ച ഏത് മസ്ജിദാണ് ഉള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറകിൽ നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമം അവൾക്കുള്ള വീടാണെങ്കിൽ അതിനേക്കാൾ നല്ല ഇമാമാരാണുള്ളത്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. സ്ത്രീകൾ ആ വിഷയം ശ്രദ്ധിക്കണം. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു കാരണം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതെല്ലാം ഈ വിഷയങ്ങൾ ജമാഅത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പുരുഷന്മാരെ ബന്ധിപ്പിച്ച് പറയാനുള്ള കാരണം അതാണ്. അതുമായി ബന്ധപ്പെട്ട ശ്രേഷ്ഠതകളൊക്കെയും പുരുഷന്മാർക്ക് ബാധകമായതാണ്. അതൊന്നും സ്ത്രീകൾക്ക് ബാധകമല്ല. അതൊന്നും സ്ത്രീകൾക്ക് ബാധകമായിട്ടുള്ള ശ്രേഷ്ഠതകളല്ല. അതെല്ലാം പുരുഷന്മാരെ മാത്രം ബാധിക്കുന്ന ശ്രേഷ്ഠതകളാണ്, പ്രതിഫലങ്ങളാണ്. സ്ത്രീകൾക്ക് അതിനേക്കാളൊക്കെ പ്രതിഫലമാണെങ്കിൽ സിമ്പിളാണ്. അവളുടെ മുറിയിൽ നിസ്കരിക്കുക. അവളുടെ മുറിയിൽ അവൾ നിസ്കരിക്കുക. അതിനേക്കാൾ ശ്രേഷ്ഠമായി അവൾക്ക് മറ്റൊന്നും ഈ ദുനിയാവിൽ ലഭിക്കാനില്ല. പിന്നെ ഞാൻ അവസാന സമയമായി ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് സിക്റുകൾ എന്നുള്ളത് നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി കടന്നുറങ്ങുന്നത് വരേക്കും ചെറുതും വലുതുമായ ഓരോ സന്ദർഭങ്ങളിലും നമുക്ക് ചൊല്ലേണ്ടതായിട്ടുള്ള ദിക്റുകൾ വിശദമായി തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ചില ദിക്റുകളുണ്ട്. വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ചില ദിക്റുകളുണ്ട്. അത് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, പാഴാക്കി കളയാൻ പാടില്ല. അതിൽപ്പെട്ടതാണെന്ത്, നമ്മൾ സുബ്ഹി നിസ്കാരം എന്നല്ല, പുരുഷന്മാര് പള്ളിയിൽ ആദ്യമായിട്ട് പ്രവേശിക്കുന്നത് എപ്പോഴാണോ ആ സമയത്ത് എന്ത് ചെയ്യുക, അഊദു ബില്ലാഹിൽ അളീം വബിവജ്ഹിഹിൽ കരീം വസുൽത്താനിഹിൽ ഖദീം മിനശ് ശൈത്താനിർ റജീം എന്ന് ഒരുത്തൻ എപ്പോഴാണോ ആദ്യമായി വീട്ടിൽ കയറുന്നത്, ആദ്യമായി പള്ളിയിൽ കയറുന്നത്, അപ്പോൾ അവൻ പറയുന്നുണ്ടെങ്കിൽ ആ പറഞ്ഞ ആ സമയം മുതൽ ആ ദിവസം മുഴുവനും അവൻ ശൈത്താനിൽ നിന്ന് സംരക്ഷിതനായിരിക്കും. ശൈത്താനിൽ നിന്ന് അവൻ എന്തായിരിക്കും? സുരക്ഷിതനായിരിക്കും. ഒരാൾ സുബ്ഹി നിസ്കാരത്തിൽ പള്ളിയിലേക്ക് വരിക, പള്ളിയിലേക്ക് കയറുമ്പോൾ അവൻ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടാണ് കയറുന്നതെങ്കിൽ അന്നത്തെ ദിവസം അവന് ശൈത്താൻ ഒന്നും ചെയ്യാൻ സാധിക്കൂല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്. അതേപോലെ തന്നെ രാവിലെയും വൈകുന്നേരം ചൊല്ലാൻ പഠിപ്പിച്ചു തന്ന അദ്കാർ സബാഹി വൽ മസാഹ് എന്ന് പറയുന്ന കുറെ ദിക്റുകൾ, അതൊക്കെ നിങ്ങൾ പതിവാക്കണം. അതിൽ പ്രധാനപ്പെട്ട ഒരു ദിക്റാണെന്ത്, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ വഹുവസ് സമീഉൽ അലീം. ഇത് രാവിലെയും വൈകുന്നേരവും 3 തവണ പ്രാർത്ഥിച്ചാൽ, രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരം ആകുന്നത് വരേക്കും ഒന്നും അവൻ എന്ത് ചെയ്യില്ല, ഉപദ്രവമാകൂല. ഒരു കാര്യം എന്ത് ചെയ്യില്ല, അവന് ദോഷം വരുത്തൂല. വൈകുന്നേരം ചൊല്ലിയാൽ രാവിലെ ആകുന്നത് വരേക്കും അവനൊരു ദോഷവും ബാധിക്കുകയില്ല. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ദിക്റാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനീ വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅ്തു അഊദു ബിക മിൻ ശർരി മാ സനഅ്തു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. ഈ പ്രാർത്ഥന ഒരാൾ രാവിലെ ചൊല്ലി വൈകുന്നേരമാവുന്നതിന് മുമ്പ് മരണപ്പെട്ടാൽ, അത് ചൊല്ലുന്നത് യഖീനോട് ഹൃദയത്തിൽ തട്ടിയിട്ടാണെങ്കിൽ അവൻ സ്വർഗത്തിലാണ്. വൈകുന്നേരം ചൊല്ലി രാവിലെ ആവുന്നതിന് മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിലാണ്. അപ്പൊ എപ്പോഴും മുറുകെ പിടിക്കുന്ന ഒരാളാണെങ്കിലോ, എല്ലാ രാവിലെയും വൈകുന്നേരം ചൊല്ലുന്ന ഒരാളാണെങ്കിലോ, അവൻ എപ്പം മരണപ്പെട്ടാലും സ്വർഗത്തിലാണ്. യഖീനോടുകൂടി ചൊല്ലുന്ന ആളാണെങ്കിൽ.
അതേപോലെ ധാരാളക്കണക്കിന് ദിക്റുകളുണ്ട് വളരെ പ്രധാനപ്പെട്ടത്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട സന്ദർഭമാണ് ഉറങ്ങുന്നതിന് മുമ്പ്. കഴിഞ്ഞു, ഉറങ്ങുന്നതോടുകൂടെ പിന്നെ കഴിഞ്ഞില്ല. അതേപോലെ ദിവസം കഴിയുന്നവരെ ക്ലാസ്സും ഉറങ്ങുന്നതോടുകൂടി എന്ത് ചെയ്യണം, അവസാനിപ്പിക്കാം. എന്താണ് ഉറങ്ങുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദിക്റുകൾ? ഒന്നാമത്തത് ആയത്തുൽ കുർസി. അതൊരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ രാവിലെ ആകുന്നത് വരേക്കും എന്ത് ചെയ്യില്ല, ശൈത്താന് അയാളിലേക്ക് അടുക്കാൻ സാധിക്കാത്ത രൂപത്തിൽ അള്ളാഹു ഒരു സംരക്ഷകനെ ഏർപ്പെടുത്തും, ഒരു മലക്കിനെ സംരക്ഷണത്തിന് വേണ്ടി ഏർപ്പെടുത്തും. അതിനുകൂടെ ചൊല്ലേണ്ട മറ്റൊരു 2 ആയത്തുകളാണ് ആമന റസൂലും തുടങ്ങുന്ന സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ. അത് ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ കഫതാഹു, അവന് ആ 2 ആയത്തുകൾ തന്നെ മതിയാകുന്നതാണ് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇതിനോട് കൂടെ ചൊല്ലേണ്ട 3 സൂറത്തുകളാണ് സൂറത്തുൽ ഇഖ്ലാസ്, ഫലഖ്, നാസ്. ഇതെങ്ങനെ ചൊല്ലണം? കൈകൾ രണ്ടും എന്ത് ചെയ്യുക, കൂട്ടിപ്പിടിക്കുക. എന്നിട്ട് അതിലേക്ക് എന്ത് ചെയ്യുക, ഇങ്ങനെ ഓതുക. എന്നിട്ട് ഈ കൈയിലേക്ക് എന്ത് ചെയ്യുക, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാതാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വന്നാസ്. ഇത്രയും ചൊല്ലിയിട്ട് എന്ത് ചെയ്യുക, ആദ്യം മുഖം തടവുക, ശേഷം തല തടവുക, പിന്നീട് ശരീരത്തിന്റെ മുൻഭാഗങ്ങൾ, ശരീരത്തിന്റെ മുൻവശങ്ങൾ, കൈ, നെഞ്ച്, വയറ്, കാല്, അതിൻ്റെയൊക്കെ മുൻവശങ്ങൾ, പിന്നീട് പുറകുവശം നമുക്ക് എത്ര സാധിക്കുന്നു അത്രത്തോളം എന്ത് ചെയ്യുക, കൈ എത്തുന്നിടത്തോളം തടവുക. ഇങ്ങനെ 3 തവണ, 3 സൂറത്തുകൾ 3 തവണ. അതിനുശേഷം സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ എത്ര, 34. നിസ്കാരത്തിന് ശേഷം ചൊല്ലുന്ന പോലെ 33 അല്ല 34, ആ ഒരു വ്യത്യാസമുണ്ട്. ഇത്രയും കാര്യങ്ങൾ പ്രധാനപ്പെട്ടത് വേഗത്തിൽ പറഞ്ഞതാണ്. വേറെയും പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്, സമയം ഇൻഷാ അല്ലാഹ് അനുവദിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഇതെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ നിത്യജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ റൊട്ടീനിൽ ഇതൊക്കെ നമുക്ക് ഉൾപ്പെടുത്താനും പരമാവധി മുടങ്ങാതെ കാത്തു സൂക്ഷിക്കാനും സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഇത്തരം കാര്യങ്ങൾ നമ്മളുടെ ഈമാനും തഖ്വയൊക്കെ ശരിയാക്കിയതിന് ശേഷം എപ്പോഴും നമ്മുടെ പ്രാക്ടിക്കലായ ജീവിതത്തിൽ ഡെയിലി ലൈഫിൽ ഉൾപ്പെടുത്താനും, അങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ അവന്റെ അടിമകളെ 3 കാറ്റഗറി ആയിട്ട് തിരിക്കും. ശ്രദ്ധിക്കേ, തൗഹീദുള്ള ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ 3 കാറ്റഗറികളാണ്. തൗഹീദ് ഇല്ലാത്തവർ സ്വർഗ്ഗത്തിൽ കയറൂലല്ലോ. തൗഹീദുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മൊത്തത്തിൽ 3 കാറ്റഗറികളാണ് നിശ്ചയിച്ചിട്ടുള്ളത്. 3 കാറ്റഗറികളായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ഉയർന്ന കാറ്റഗറിയിൽ നമ്മൾക്ക് ഉൾപ്പെടണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ആദ്യം നമ്മുടെ ഈമാൻ പെർഫെക്റ്റ് ആക്കുക, സ്വഹാബത്തിന്റെ ഈമാൻ പോലാക്കുക. രണ്ടാമത്തേത് നമ്മൾ വാജിബുകൾ എന്തൊക്കെയാണ് പൂർത്തീകരിക്കാനുള്ളത് പഠിക്കുക, പ്രാവർത്തികമാക്കുക. ഹറാമുകൾ എന്തൊക്കെ എൻ്റെ ജീവിതത്തിൽ കടന്നു വരാൻ സാധ്യതയുണ്ടെന്ന് പഠിക്കുക, വിട്ടുനിൽക്കുക. അതിലെന്തെങ്കിലും പോരായ്മകൾ പറ്റുന്നുണ്ടെങ്കിൽ തൗബ ചെയ്യുക. ഉടനെ തന്നെ തൗബ ചെയ്തത് അത് നല്ല രൂപത്തിലാക്കാൻ ശ്രദ്ധിക്കുക. അതിനോട് കൂടെ എന്ത് ചെയ്യുക, ഈ സുന്നത്തുകൾ, ഇതെല്ലാം ഇതിലും കുറേ ഉണ്ട്, ഇതുപോലത്തെ സുന്നത്തുകൾ എന്ത് ചെയ്യുക, പരമാവധി വർദ്ധിപ്പിക്കുക. ഇത്രയും ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അവൻ ഏറ്റവും വലിയ പദവിയിലേക്ക് എത്താൻ സാധിക്കും. അതിന് കൂടെ ഒരു കാര്യം കൂടി പറയാം, അവസാനിപ്പിച്ചു, ഇനി ദീർഘിപ്പിക്കുന്നില്ല. ഒറ്റൊരു കാര്യം, അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള കാര്യം അതുകൊണ്ടാണ്. നമുക്ക് ഈ പ്രതിഫലങ്ങളൊക്കെ ഇപ്പം ഞാൻ ഉദാഹരണത്തിന് മനസ്സിലാൻ വേണ്ടി പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു അറിവ്, ഇതിലിപ്പോൾ നിങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള അറിവുകളായിരിക്കും എല്ലാ കാര്യങ്ങളും, ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. ഇതിൽ നിങ്ങളിൽ ഏതെങ്കിലും ഒരാൾക്ക് അറിയാതെ വിട്ടുപോയ ഏതെങ്കിലും ഒരു അറിവ് ഞാൻ ഇന്നത്തെ ഈ സംസാരത്തിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, ആ സംസാരം കൊണ്ട് നിങ്ങൾ ആ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ അമലായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ കാര്യം അമലാക്കുന്നിടത്തോളം അതിന്റെ പ്രതിഫലം എനിക്കും കിട്ടിക്കൊണ്ടേയിരിക്കും. എനിക്കും
കിട്ടിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് കുറഞ്ഞു പോവില്ല, നിങ്ങൾക്ക് ആ പ്രതിഫലം നഷ്ടപ്പെട്ടു പോവില്ല. പക്ഷെ നിങ്ങൾ അത് അമലാക്കുന്നിടത്തോളം എനിക്കതിന്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കും. എന്ന് വെച്ചാൽ ഈ ദുനിയാവിൽ ദീൻ പഠിപ്പിക്കുന്നതിനേക്കാൾ നമുക്ക് പ്രതിഫലം കിട്ടുന്ന മറ്റൊരു കാര്യം, ദീൻ പഠിപ്പിക്കുന്നതിനേക്കാൾ നമുക്ക് പ്രതിഫലം കിട്ടുന്ന മറ്റൊരു കാര്യമില്ല. നിങ്ങൾക്ക് പഠിപ്പിക്കാൻ ഒരു എന്താ പറയാ ഇൽമ് അല്ലെങ്കിൽ ഒരു ആലിമ് അല്ലെങ്കിൽ ഒരു താലിബുൽ ഇൽമ് അങ്ങനെ ഒരാളാകാൻ നിങ്ങൾക്ക് സാധിക്കില്ലെങ്കിൽ ഏറ്റവും മിനിമം എന്ത് ചെയ്യുക, ഇൽമ് പ്രചരിപ്പിക്കുന്നവരെങ്കിലും ആണ്. ഇൽമ് പ്രചരിപ്പിക്കുന്ന ആളുകൾ, ആലിമുകളുടെ ദർസുകൾ അല്ലെങ്കിൽ താലിബുൽ ഇൽമുകളുടെ ദർസുകൾ, അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന, ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്ന, സ്റ്റാറ്റസ് വെക്കുന്ന, റീലാക്കുന്ന, ഷോർട്സ് ആക്കുന്ന അങ്ങനെയുള്ള ആളുകളെങ്കിലും ആകാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടാൻ പോകുന്ന മറ്റൊരു കാര്യവും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല, ഫർളുകൾ മാറ്റി നിർത്തി. അതാണ് ഏറ്റവും സുന്നത്തുകളിൽ നമുക്ക് അതിനേക്കാൾ പ്രതിഫലം കിട്ടുന്ന മറ്റൊരു കാര്യമില്ല. മുത്തലഖ് അത് നിരുപാധികം അങ്ങനെയാണ്, അതിനേക്കാൾ പ്രതിഫലം കിട്ടുന്ന മറ്റൊരു കാര്യം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ ദുനിയാവിലെ ഓരോ ജന്തുജാലങ്ങളും, ആകാശത്തുള്ള പറവകൾ, സമുദ്രത്തിലെ മത്സ്യങ്ങൾ, മാളങ്ങളിലെ ഉറുമ്പുകൾ പോലും ജനങ്ങൾക്ക് ഖൈറ് പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. മുഅല്ലിമിൻ നാസിൽ ഖൈർ, ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾക്ക് വേണ്ടി ഇവരൊക്കെ ഇസ്തിഗ്ഫാർ, ഈ ദുനിയാവിൽ എന്തൊക്കെ സകല ചരാചരങ്ങളുണ്ടോ അതെല്ലാം ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് റബ്ബിന്റെ അടുക്കലേക്ക് എത്തുമ്പോൾ പിന്നെ എന്ത് തെറ്റാണ് പൊറുക്കാതെ ബാക്കി ഉണ്ടാവുക? എന്തെങ്കിലും ഉണ്ടാവും? നിങ്ങൾക്ക് അങ്ങനെ ആകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കും ആകാൻ സാധിക്കും, നിങ്ങൾക്കും ആകാൻ സാധിക്കും. റബ്ബ് സഹായിച്ചാൽ യസീറുൻ അലാമൻ യസ്സറഹുള്ള, അള്ളാഹു എളുപ്പമാക്കുന്നവർക്ക് വളരെ എളുപ്പമുള്ള കാര്യം. ദീൻ പഠിക്കുക എന്നുള്ളതോ ആലിമാവുക എന്നുള്ളതോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഖൈറ് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരാളാവുക എന്നുള്ളത് ഒരിക്കലും പ്രയാസമുള്ള കാര്യമല്ല, ഒരിക്കലും പ്രയാസമുള്ള ബുദ്ധിമുട്ട്. നിങ്ങളെ ബുദ്ധിശക്തി എത്ര കുറവായിക്കോട്ടെ, പ്രായം എത്ര വലുതായിക്കോട്ടെ, എത്ര കടുത്ത സാഹചര്യങ്ങൾ ഉണ്ടായിക്കോട്ടെ, എന്തൊക്കെ തിരക്കുകൾ വന്നോട്ടെ, നിങ്ങൾ റബ്ബിന് സഹായം ഉണ്ടെങ്കിൽ, സത്യസന്ധമായി പരിശ്രമിക്കുന്ന ആളാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ അങ്ങനെ ആകാൻ ശ്രദ്ധിക്കണം. അതിനേക്കാൾ വലിയ പദവി ആർക്കുമില്ല ആഖിറത്തിൽ, സ്വർഗത്തിൽ അതിനേക്കാൾ വലിയ പദവി ആർക്കുമില്ല. ഏറ്റവും വലിയ പദവി സ്വർഗത്തിൽ നബിമാർക്കാണ്, അംബിയ മുർസലീങ്ങൾക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ സ്വഹാബത്തീങ്ങൾക്കാണ്. എല്ലാ നബിമാർക്കും സ്വഹാബത്തുകൾ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ പദവി ഏറ്റവും കൂടുതൽ ഇൽമുള്ള ആളുകൾക്കാണ്, ഏറ്റവും കൂടുതൽ നാഫിയായ ഇൽമ് ഉള്ള ആളുകൾക്കാണ് ഏറ്റവും വലിയ പദവി ഉണ്ടാകും. അതുകൊണ്ട് അതിനു വേണ്ടി നിങ്ങളുടെ സാധിക്കുന്ന സമ്പത്തും സമയവും അധ്വാനവും പരിശ്രമവും എല്ലാ എഫേർട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, പരമാവധി അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നൊരു വസിയത്ത് അവസാനം പറഞ്ഞു നിർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും ഇവിടെ ഒരുമിച്ച് ചേർത്തതുപോലെ തന്നെ നമ്മളെയും നമ്മളുടെ ബന്ധുക്കളെയും കുറ്റമിത്രാദികളെയും കൂട്ടുകുടുംബക്കാരെ എല്ലാവരെയും റബ്ബ് സുബ്ഹാനഹു വതആല ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർത്തുമാറാവട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.